ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള എൻ്റെ മൈക്കിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്, ഹോളി ലാൻഡ് ലാർക്ക് A1 മിനി ഡ്യുവോ അങ്ങനത്തെ സാധനം. മിനി ഡ്യുവോ രണ്ടും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ട് ഞാനത് വാങ്ങിയെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് കമൻറ്റ് പോയി നോക്കുമായിരുന്നു. അപ്പോൾ കമൻറ്റ് വായിക്കണമെന്ന് എന്ത് തേങ്ങയുടെ പറയണത്, ഒരു മൊട്ടൻ കേൾക്കാമല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാനും ഒരു ചോദിച്ചു നോക്കി, ഒന്നും മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ആലോചിച്ച് എന്തായാലും പണം പോട്ടെ മൈക്ക് പറ്റേന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ മൈക്ക് കളിച്ചപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ഒരു 3000-ന് താഴെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ മൈക്ക് കണ്ടു. അപ്പോൾ അതിൽ ഈ മൈക്ക് എന്തുകൊണ്ട് എടുത്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഈ ബഡ്ജറ്റിൽ ഏതൊക്കെ മൈക്ക് ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ഈ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് A1 മിനി ഡ്യൂ അത് മാത്രമൊന്നുമല്ല, നമുക്ക് ഡിജിടെക്കിൻ്റെ ഏതായിരുന്നു, ഡിജിടെക് DW103 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്ക് വരുന്നുണ്ട്. ബോയയുടെ മൈക്ക് വരുന്നുണ്ട്, ബോയോ BY-B20 അങ്ങനെ എന്തൊക്കെയുണ്ട്, ആ മൈക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഇറങ്ങുമ്പോൾ വരണതാണ് ഈ സാധനം, ഈ ഗ്രനേരോടെ. ഇതെൻ്റെ അല്ല, കൂട്ടുകാരൻ്റെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും അന്ന് ഈ 3000-ന് എടുക്കണവരെ 1500 ഗ്രനേരോ കിട്ടുമ്പോൾ നമുക്ക് അത് എടുത്താൽ പോരെ. അപ്പോൾ എൻ്റെ ഇപ്പം ഇരിക്കുന്നത് ഈ ഗ്രനേരും ഹോളി ലാൻഡാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഡിഫറൻസ് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഈ ബോയയുടെയും ഡിജിടെക്കിൻ്റെ ഒക്കെ എടുക്കാതിരിക്കാനുള്ള കാരണം ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ ഈ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയില്ല. എല്ലാവരും ഈ സാധനം ഈ എർത്ത് വെച്ച് വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും അടിപൊളിയാന്ന് പറയണത്. പിന്നെ റിവ്യൂ നോക്കിയപ്പോൾ ഇതാണ് കുറച്ചുകൂടി അടിപൊളി എന്ന് പറയണത്. അപ്പോൾ ഞാൻ ഇതെടുത്തു. അപ്പോൾ ഞാൻ ആദ്യം ഈ പെട്ടിയിലുള്ള എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പെട്ടി ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ഉള്ള റിസീവർ ഇപ്പോൾ ഞാൻ ഇതുമെടുത്ത് കുത്തി, അതിലത്തെ ഒരു മൈക്കാണിത്. ഓക്കെ, പിന്നെ രണ്ട് ഈ നല്ലോണം നോയ്സുള്ള സ്ഥലത്ത് വയ്ക്കാനുള്ള സാധനമാണ് ഇത്. എന്തോ പഞ്ഞിക്കെട്ടാൻ തോന്നുന്നു, അത് പോട്ടെ. പിന്നെ ഇത് കിട്ടും നമുക്ക്. ഇതാണ് അതിൻ്റെ ഡോക്ക്. ഇതിൽ വെച്ചിട്ട് നമുക്ക് രണ്ടും ചാർജ് ചെയ്യാം. ഓക്കെ, പിന്നെ കേട്ടൊന്നുമില്ല, ഒരു കേബിള് A to C കേബിള്, വേറെ ഒന്നും നമുക്ക് ഇതിനൊപ്പം കിട്ടാനില്ല. അപ്പോൾ ഞാൻ ഇതെടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഈ ലാർക്ക് A1 മിനി ഡ്യൂ എടുക്കുമ്പോഴേ എനിക്കൊരു ചെറിയ വിഷയം കിട്ടി. അപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ആണോ iOS ആണോ അത് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് ആണെങ്കിൽ ഈ പറഞ്ഞ 3000 സംതിങ്ങിന് ആ റേഞ്ചിൽ ഉണ്ട് വരണം നമ്മുടെ C ടൈപ്പ് ആയിട്ട്. പക്ഷേ ഐഫോൺ ആണെങ്കിൽ നിങ്ങൾ തേഞ്ഞുട്ടി. കാരണം നമ്മുടെ ഇന്ത്യയിൽ ആ ലൈറ്റ്നിങ് പോർട്ട് മാത്രമായിട്ട് വരുന്നില്ല, ലൈറ്റ്നിങ്ങും ടൈപ്പ് സിയും രണ്ട് റിസീവറായിട്ട് വരുന്ന വേർഷനാണ് വരുന്നത്. അതിന് 7000 രൂപ സംതിങ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. 7000 രൂപയ്ക്ക് അത് സംഭവം ലൈറ്റ്നിങ് റിസീവറും കിട്ടും, ഈ ടൈപ്പ് സി റിസീവറും കിട്ടും, ചാർജിങ് ബോക്സ് കിട്ടും. അല്ലേ, അതൊരു സെപ്പറേറ്റ് ഇതാണെന്ന് വെച്ചാൽ നമുക്ക് ആ ബോക്സിലിട്ട് ചാർജ് ചെയ്യാം. എയർപോർട്ട് ചാർജ് ചെയ്യുന്ന പോലെ ഒരു ബോക്സ് കിട്ടും, അതിലിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്ക് വലിയ കാര്യമായിട്ടില്ല, ഞാൻ അത്ര കിടലും ബ്ലോഗറിലാക്കുന്നത് നമുക്ക് ഇതാണ് ആവശ്യം. പക്ഷേ ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ദുബായ് നൂൺ പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നോക്കിയപ്പോൾ അതിൽ എടുക്കുന്നു. അപ്പോൾ ഞാൻ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ 2900. അപ്പോൾ ഞാൻ അവിടെയുള്ള എൻ്റെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് വേറൊരാൾ വരുമ്പോൾ ആളുടെ കൊടുത്തുവിട്ട് സാധനം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റ്നിങ് പോർട്ടാണ് വേണ്ടതെങ്കിൽ അവിടെ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ലൈറ്റ്നിങ് പോർട്ട് ഡയറക്റ്റ് റിസീവർ വരുന്നത് കിട്ടിയില്ല. ഉണ്ട്, പക്ഷേ 7000 രൂപയുടെ എയർപോർട്ട് പോലത്തെ മറ്റേ സെറ്റപ്പാണ്. ഓക്കെ, അത് ഞാൻ അവിടെ വീട്ടിലും കാണിച്ചു തരാം. ഇതാണ് മെയിൻ ചടങ്ങ്. ഇതൊക്കെ ചെയ്തിട്ട് വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ 3 കാര്യം ടെസ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ആദ്യം എൻ്റെ ഈ ഐഫോണിൽ തന്നെ എടുത്തിട്ട് ഒരു വീഡിയോൻ്റെ വോയിസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നോയ്സ് റെഡ്യൂഷൻ ഒന്നും ചെയ്യാണ്ട്. രണ്ടാമത് നമ്മുടെ ഗ്രനേരോയിൽ ചെയ്യാം. അതിൽ നോയ്സ് റെഡ്യൂസ്മെൻറ്റ് ഓപ്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് കുത്തുമ്പോൾ തന്നെ നോയ്സ് ഒക്കെ കുറച്ച് കുറയുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിക്ക്. അതൊരു നമ്മുടെ ഹോളി ലാൻഡിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ കേട്ടോണ്ടിരുന്നത് ഹോളി ലാൻഡിലാണ്, പക്ഷെ നമുക്ക് വ്യത്യാസം ആണെങ്കിൽ ഞാൻ അടുപ്പിച്ച് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഐഫോൺ ലോണാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ, ഈ കേൾക്കുന്നതാണ് എൻ്റെ ഐഫോണിൻ്റെ വോയിസ്. ഇവിടെ ഞാൻ ഫാൻ ഇട്ടുണ്ട്, പിന്നെ വീടിൻ്റെ ഉള്ളിലാണ്, അത്ര നോയ്സ് ഒന്നും ഇല്ല റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോണിലുള്ള സൗണ്ട്. ഞാൻ ഇത്ര ഗ്യാപ്പിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രനേരോ വെച്ചിട്ട് എങ്ങനെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ കേൾക്കണത് ഈ ഗ്രനേരോൻ്റെ മൈക്കുന്നാണ്. അപ്പോൾ ഈ സംഭവം 1500 ആ റേഞ്ചിന് ഈ ഗ്രനേരോയുടെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്നതിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്നുണ്ട്. ഇത് കുറച്ച് പഴയതാണ്. അപ്പോൾ ഇതിലിങ്ങനെ ക്ലിപ്പിംഗ് മെക്കാനിക്സ് ആണ്, മറ്റേത് മാഗ്നറ്റ് ആയിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ആൾക്കാർ നമ്മൾ ടീസ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കേട്ട് നോക്കും. ഓക്കെ, ടീസ്പൂണിന് വന്നില്ല, നമുക്ക് ഫോർക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാർക്ക് A1 മിനി ഡ്യൂവിൻ്റെ സൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗ്രനേരോൻ്റെ സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഞാനിതാണ് ലൈറ്റ്നിങ് പോർട്ട് തപ്പിത്തെരഞ്ഞ് മേടിച്ചത്, ഇങ്ങനെ ഒരു ജസ്റ്റ് എക്സ്റ്റെൻഡർ വെച്ചിട്ട് യൂസ് ചെയ്താൽ മതിയില്ലേന്ന്. പക്ഷേ എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ എക്സ്റ്റെൻഡർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യില്ല. പിന്നെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഈ എക്സ്റ്റെൻഡർ യൂസ് ചെയ്യുമ്പോൾ സൗണ്ട് ക്വാളിറ്റിക്ക് നല്ല മാറ്റം വരുന്നതാണ് പറയണത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ റിസ്ക് എടുത്തില്ല, എന്തായാലും പൈസ കൊടുത്ത് മേടിക്കുന്നത്. അപ്പോൾ ലൈറ്റ്നിങ് പോർട്ട് മേടിച്ചു, കുറച്ച് വെയിറ്റ് ചെയ്താലും നമുക്ക് അവിടെ നിന്ന് സാധനം കിട്ടുമല്ലോ. പിന്നെ ഇത് കുത്തുമ്പോൾ ചിലവർക്കൊരു മിസ്റ്റേക്ക് വരും. ഐഫോണിൽ ഇങ്ങനെ പോർട്ട് വെച്ച് കുത്തുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആയി കുത്തി കഴിഞ്ഞ് ഇത് കണക്റ്റ് ആവുന്നില്ല. ഞാൻ കുറേ എന്താ സംഭവം എന്ന് ആലോചിച്ച് നോക്കി, പിന്നെ അത് ഒന്ന് മറിച്ച് കുത്തിയപ്പോൾ സാധനം സെറ്റായി. ഓക്കെ, അപ്പോൾ അതും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ഹോളി ലാൻഡിൻ്റെ മൈക്കിൻ്റെ ഒപ്പം ഇതിവിടെ സ്കാൻ ചെയ്ത പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആട്ടോ, സ്കാൻ ചെയ്താൽ എവിടെയോ സ്കാൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആപ്പൊക്കെ കിട്ടും.
അപ്പോൾ ആ ആപ്പിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ലെവൽ സെറ്റ് ചെയ്യാം, നമുക്ക് ഷെഡ്യൂൾഡ് പവർ ഓഫ് സെറ്റ് ചെയ്യാം, പിന്നെന്താ സൗണ്ടിൻ്റെ ലെവൽ സെറ്റ് ചെയ്യാം, പിന്നെ അങ്ങനെ അതിലൊരുവിധം എല്ലാ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം ആ ആപ്പിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ എന്താ വിഷയം വെച്ചാൽ ആ ആപ്പ് ഇവരൊക്കെ ഇതിൽ പറഞ്ഞത് ലാർക്ക് ഓഡിയോ എന്നായിരുന്നു. ഞാൻ ഇതിൽ ലാർക്ക് ഓഡിയോ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. പിന്നെ നൈസായിട്ട് അവർ പേര് മാറ്റി ഹോളി ഓഡിയോ എന്നാണ് ഇപ്പം, അങ്ങനെ എന്താണ് പേര് ആപ്പ് സ്റ്റോറിൽ. പ്ലേ സ്റ്റോറിൽ അങ്ങനെ ആക്കിയിട്ടുണ്ട് ആൻഡ്രോയിഡിൽ. അപ്പോൾ അതൊക്കെയാണ് ഈ മൈക്കിൻ്റെ സൗണ്ട്. എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ആയി ട്വിസ്റ്റ് ആവുക. ഇത് അത്യാവശ്യം സെറ്റാണ്. ഈ പൈസക്ക് എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ കുറച്ച് നല്ല സൗണ്ടുള്ള സ്ഥലത്ത് പോയിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് എത്രത്തോളം മാറ്റം വരും തോന്നുന്നില്ല എൻ്റെ സൗണ്ടിന്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.